പലപ്പോഴും നമ്മളിൽ പലർക്കും കാണുന്ന ഒരു സ്വഭാവത്തെ അല്ലെങ്കിൽ ശീലത്തെ പറ്റിയാണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരേ ചിന്തയോ രൂപമോ പ്രവൃത്തിയോ മനസ്സിൽ ആവർത്തിച്ചു വരിക, ഇതിന്റെ ഫലമായി ഒരേ കാര്യം തന്നെ വീണ്ടും വീണ്ടും ചെയ്യുക. ഈ സ്വഭാവ പ്രത്യേകതയ്ക്കാണ് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന് പറയുന്നത്. ഇന്ന് ഇത്തരം സ്വഭാവ പ്രത്യേകതകളെ കുറിച്ച് പലരും ബോധവാന്മാരാണ്. കീടാണുക്കളെ ഭയന്ന് ഹസ്തദാനം ചെയ്യാത്തവർ, പലവട്ടം കൈ വൃത്തിയാക്കുന്നവർ, അലമാരകളും ക്യാബിനുകളും അലങ്കോലപ്പെട്ടാണ് കിടക്കുന്നത് എന്ന ചിന്ത മൂലം ഉറങ്ങാത്തവർ, വാതിൽ പൂട്ടിയ ശേഷം വീണ്ടും വീണ്ടും വലിച്ചു നോക്കുന്നവർ. ഇങ്ങനെ പോകുന്നു പല പ്രമുഖന്മാരുടെയും സ്വഭാവ വൈചിത്രങ്ങൾ. ചില ഉദാഹരണങ്ങൾ നോക്കാം. വാതിൽപ്പടിയിലോ മറ്റോ പിടിച്ചാൽ കൈ അഴുക്കാകുമോ പൊടി പുരളുമോ എന്ന് ഭയക്കുക, തുടർന്ന് വീണ്ടും വീണ്ടും കഴുകുക, ദേഹം ശുചിയില്ലെന്ന തോന്നലിൽ മണിക്കൂറുകളെടുത്ത് വിശാലമായി കുളിക്കുക, പാത്രങ്ങളും വസ്ത്രങ്ങളും മറ്റും പലവട്ടം കഴുകുക, മനസ്സിലായി എന്നറിഞ്ഞിട്ടും വായിച്ച പാഠഭാഗങ്ങൾ തന്നെ വീണ്ടും വീണ്ടും വായിച്ചു കൊണ്ടിരിക്കുക, കണക്കുകൾ പല പ്രാവശ്യം കൂട്ടി നോക്കുക, ഉത്കണ്ഠാകുലരാകുക എന്നിവയാണ് അത്തരത്തിൽ ചില പ്രവൃത്തികൾ. ഇതിനെയാണ് OCD അഥവാ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന് പറയുന്നത്. OCDയുടെ ചെറിയ അംശങ്ങൾ മിക്കവരിലും അല്പമെങ്കിലും ഉണ്ടാകാറുണ്ട്. പക്ഷേ ചിന്തകളുടെ പരിധി വളർന്ന് പെരുമാറ്റ വൈകല്യങ്ങളിലേക്ക് കടക്കുകയും നിത്യജീവിതത്തെ ബാധിക്കുകയും ചെയ്യുമ്പോഴാണ് ഇത് രോഗമായി മാറുന്നത്. ഇങ്ങനെ ഉടലെടുക്കുന്ന ഒരു ഘട്ടമാണ് സംശയരോഗവും, പ്രത്യേകിച്ച് ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിൽ വരുന്ന മാനസിക വൈകല്യങ്ങൾ. എന്താണ് ഇതിന് പരിഹാരം? ഒരു കാര്യം ആവർത്തിക്കുന്ന ശീലം തനിക്കുണ്ടെന്ന് ആ വ്യക്തി മനസ്സിലാക്കണം. സുഹൃത്തുക്കളോ മറ്റോ ഈ പ്രശ്നം ചൂണ്ടിക്കാട്ടുകയാണെങ്കിൽ വ്യക്തതയോടെ അംഗീകരിക്കണം. വീട്ടുകാരുടെ സഹകരണം ഇതിന് അത്യാവശ്യമാണ്. ആവർത്തനശീലം മാറ്റാൻ കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പിയാണ് പ്രധാനം. എക്സ്പോഷർ ആൻഡ് റെസ്പോൺസ് എന്നത് മറ്റൊരു രീതിയാണ്. ഉദാഹരണത്തിന്, വീണ്ടും വീണ്ടും കൈ കഴുകുന്ന ശീലമുള്ള ആളുടെ കയ്യിൽ അഴുക്ക് പുരട്ടി കുറെ നേരം കഴുകാൻ അനുവദിക്കാതിരിക്കുക, പിന്നീട് സമ്മതിക്കുക. ആവർത്തനങ്ങളുടെ എണ്ണം കുറച്ചു കൊണ്ടുവരികയാണ് മറ്റൊരു രീതി. ചികിത്സ ഫലപ്രദമാകണമെങ്കിൽ രോഗിയുടെ പൂർണ്ണമായ സഹകരണം അനിവാര്യമാണ്. OCDക്കൊപ്പം വിഷാദരോഗ ലക്ഷണങ്ങളുണ്ടെങ്കിൽ സ്വഭാവ ചികിത്സയ്ക്കൊപ്പം മരുന്നും ആവശ്യമായി വരും. ഈ വീഡിയോ കാണുന്ന പലർക്കും അപ്പോൾ ഒരു ഡൗട്ട് തോന്നും, ഞാൻ ഇങ്ങനെ കൈ കഴുകാറുണ്ട്, ഇങ്ങനെയെല്ലാം ചെയ്യാറുണ്ട്, അപ്പൊ എനിക്കും ഇങ്ങനെ മാനസിക രോഗമുണ്ടോ എന്ന്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ഒരു പരിധിയും കടന്ന് അധികമായാൽ അമൃതവും വിഷം എന്ന് പറയുന്ന പോലെ നന്നായി ഒന്ന് ഒബ്സർവ് ചെയ്യുമ്പോൾ മാറ്റങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ വൈദ്യസഹായം തേടേണ്ടതാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും.